നാട്ടിലേക്കുള്ള ബസ്സിലിരുന്ന് ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത് നോക്കി. കോൾ പോകുന്നില്ല. വയറുവേദന മൂലം ഞാൻ സീറ്റിൽ അല്പം മുന്നോട്ട് ചാഞ്ഞിരുന്നു. രാവിലെ കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഭക്ഷണം കഴിച്ച എനിക്കും കുറച്ചു പേർക്കും ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല. വയറുവേദനയും ഇടയ്ക്ക് വല്ലപ്പോഴും ഛർദിയും മാത്രം. അതാണ് ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നിട്ട് കൂടിയും ലീവ് എടുത്ത് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയത്. 2 തവണ കൂടി അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അപ്പോഴും കോൾ കണക്റ്റായില്ല. ഞാൻ ഫോൺ പോക്കറ്റിലിട്ട് സീറ്റിൽ തലചാരി കണ്ണടച്ചിരുന്നു. രാവിലെ ഛർദി നിൽക്കാൻ വേണ്ടി കഴിച്ച ഗുളികയുടെ ഡോസ് മൂലം ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ബസ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലെത്തിയ നേരത്ത് കണ്ടക്ടർ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഉണരുന്നത്. ബാഗും തോളിലിട്ട് ബസ്സിൽ നിന്നും ഇറങ്ങി ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. ഇത്തവണ കോൾ പോകുന്നുണ്ടായിരുന്നു. ഏതാനും റിങ്ങുകൾക്ക് ശേഷം അമ്മ ഫോൺ എടുത്തു. ഇന്നും നാളെയും അവധിയാണെന്നും അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും അമ്മയോട് പറഞ്ഞു. അപ്പോഴാണ് താനും അനിയനും തിരുവനന്തപുരത്താണ് എന്ന കാര്യം അമ്മ എന്നെ ഓർമ്മിപ്പിച്ചത്. സത്യത്തിൽ തലേന്ന് രാത്രി ഫോൺ ചെയ്തപ്പോൾ വരെ അമ്മ അക്കാര്യം പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഞാനത് പാടെ മറന്നുപോയിരുന്നു. അമ്മയും അനിയനും നാട്ടിലെ കുടുംബശ്രീ അംഗങ്ങൾ സംഘടിപ്പിക്കുന്ന വിനോദയാത്രയിൽ അവർക്കൊപ്പം പോകുമെന്ന് എന്നോട് മുന്നേ പറഞ്ഞിരുന്നതാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഞാൻ എന്തായാലും പോകുന്നില്ല. അമ്മയും അനിയനും നാളെ ഉച്ചയോടെ തിരിച്ചെത്തും. ഇന്നൊരു ദിവസം മാത്രം വീട്ടിൽ തനിച്ചു കഴിഞ്ഞാൽ മതി. വീടിൻ്റെ താക്കോൽ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട് താനും. അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ച് തൃപ്രയാർക്കുള്ള ബസ്സിൽ കയറി. അതിനിടയിൽ ഞാൻ അച്ഛൻ്റെ ഗൾഫ് നമ്പറിലേക്ക് ഒന്ന് മിസ് കോൾ അടിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ച അച്ഛനോട് ഞാൻ ഫുഡ് പോയ്സൻ്റെ കാര്യവും വീട്ടിൽ തനിച്ചായിരിക്കുമെന്ന കാര്യവും പറഞ്ഞു. എന്നോട് നേരെ തറവാട്ടിലേക്ക് പോകാൻ അച്ഛൻ പറഞ്ഞെങ്കിലും ബസ്സിൽ അധിക നേരം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. വീട്ടിൽ ചെന്ന ശേഷം പുറത്തെവിടേക്കും പോകാൻ നിൽക്കാതെ വിശ്രമിക്കാനും പിന്നെ വേറെ കുറച്ച് ഉപദേശങ്ങളും നൽകി അച്ഛൻ ഫോൺ വെച്ചു. ഉടനെ തന്നെ അക്കൗണ്ടിൽ 5000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നും കാണിച്ച് എനിക്കൊരു മെസ്സേജ് വന്നു. വീട്ടിൽ തനിച്ചായിരിക്കുമെന്നതുകൊണ്ട് അച്ഛൻ അയച്ചതാണത്. ആ യാത്രയിലും ഞാൻ സീറ്റിലിരുന്ന് മയങ്ങിപ്പോയി. പിന്നെ കണ്ടക്ടർ സ്ഥലപ്പേര് വിളിച്ചു പറയുന്നത് കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. വീടിനടുത്തുള്ള കവലയിൽ ബസ് ഇറങ്ങി. ഞാൻ ATMിൽ നിന്നും 1000 രൂപ പിൻവലിച്ച് ഒരു ബേക്കറിയിൽ നിന്നും അത്യാവശ്യം കഴിക്കാൻ വേണ്ട കുറച്ച് ഭക്ഷണ സാധനങ്ങളും വാങ്ങിച്ചു. കവലയിൽ നിന്നും കുറച്ച് നടക്കാനുണ്ട് എൻ്റെ വീട്ടിലേക്ക്. ഹൈവേയിൽ നിന്നും അല്പം താഴ്ന്ന ഒരു പ്രദേശത്താണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഉപദ്വീപ് എന്നൊക്കെ വേണമെങ്കിൽ ആ സ്ഥലത്തിന് പറയാം. കാരണം സ്ഥലത്തിൻ്റെ 2 ഭാഗത്തു കൂടെയും പുഴ കടന്നു പോകുന്നുണ്ട്. മറ്റൊരു വശത്തു കൂടി സാമാന്യം വലിയൊരു പെരുന്തോടും. പോരാത്തതിന് നല്ല താഴ്ന്ന പ്രദേശവും. എല്ലാം കൊണ്ടും ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണത്. അവിടെ ആകെ 2 വീടുകളേ ഉള്ളൂ. ഒന്ന് ഞങ്ങളുടേതാണ്, മറ്റൊന്ന് ഒരു എഞ്ചിനീയർ ചേട്ടൻ്റേതും. അവിടെ ആ ചേട്ടനും ഭാര്യയും ചെറിയ മക്കളും പിന്നെ ആ ചേട്ടൻ്റെ അമ്മയും മാത്രമാണുള്ളത്. അതല്ലാതെ പിന്നെ അയൽപ്പക്കം എന്ന് പറയാവുന്ന വീടുകളുള്ളത് ഹൈവേയുടെ അപ്പുറമാണ്. അവിടേക്കാണെങ്കിൽ കുറഞ്ഞത് 1/2 കിലോമീറ്ററെങ്കിലും കാണും. അതുകൂടാതെ പെരുന്തോടിനപ്പുറത്തും കുറച്ച് വീടുകളുണ്ട്. അവിടേക്കും ഏതാണ്ട് ഇപ്പറഞ്ഞ അത്രയും തന്നെ ദൂരമുണ്ട്. മുമ്പ് ധാരാളം തെങ്ങുകളുണ്ടായിരുന്ന സമയത്ത് ചുറ്റുമുള്ള പറമ്പുകളൊക്കെ അവയുടെ ഉടമസ്ഥർ കൃത്യമായ ഇടവേളകളിൽ പണിക്കാരെ വെച്ച് വൃത്തിയാക്കുമായിരുന്നു. ഇടക്കാലത്ത് വെച്ച് അവയിൽ ഭൂരിഭാഗം തെങ്ങുകളും ഇടിമിന്നലേറ്റും അല്ലാതെയും നശിച്ചു പോയിരുന്നു. അതിനുശേഷം അവരൊന്നും ആ പരിസരത്തേക്ക് തിരിഞ്ഞുപോലും നോക്കാതായി. അതോടെ ഞങ്ങൾ 2 കൂട്ടരുടെ വീടുകളിരിക്കുന്ന പറമ്പുകൾ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളും പുല്ലുകൾ വളർന്ന് കാട് പിടിച്ച് നിൽക്കാനും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഒരു കാട്ടുമുക്കിലാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നടന്ന് ഹൈവേയിൽ നിന്നും എൻ്റെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് തിരിയുന്ന സ്ഥലത്തെത്തി. വളരെ ശ്രദ്ധിച്ചു വേണം അതിലൂടെ നടക്കാൻ. കാരണം ഹൈവേയിൽ നിന്നും കുറച്ചധികം താഴ്ന്ന പ്രദേശമാണത്. താഴോട്ടിറങ്ങുന്ന ഭാഗമാണെങ്കിൽ ചെങ്കൽ തരികളാൽ നിറഞ്ഞു കിടക്കുകയാണ്. കാലൊന്നു തെന്നിയാൽ അപ്പാടെ ഉരുണ്ട് താഴേക്ക് പോകും. ഒന്നാമത് വയറുവേദന എടുത്തിരിക്കുകയാണ്. വീഴ്ചയുടെ വേദന കൂടി സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ താഴോട്ടിറങ്ങുന്ന വഴിയുടെ ഓരം ചേർന്ന് നിൽക്കുന്ന വള്ളിച്ചെടികളിൽ പിടിച്ച് ശ്രദ്ധിച്ച് നടന്നു. മുന്നോട്ട് നടക്കുന്തോറും വഴിയുടെ വീതി കുറഞ്ഞു വന്നു. അവസാനമായി ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയത്ത് വഴിക്ക് ഇതിനേക്കാൾ വീതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർത്തു. കുറച്ച് ദൂരം നടന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു. വഴി അവിടെ നിന്നും കുറച്ച് ദൂരം കൂടി മുന്നോട്ടുണ്ട്. അത് ആ എഞ്ചിനീയർ ചേട്ടൻ്റെ വീട്ടിലേക്കുള്ളതാണ്. ഞങ്ങൾ 2 കൂട്ടരും കുറച്ച് നാളുകളായി ഇവിടെ നിന്നും വീട് മാറാൻ നോക്കാൻ തുടങ്ങിയിട്ട്. ഈ സ്ഥലം വിൽക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതുകൊണ്ട് ഇവിടെ തന്നെ കഴിഞ്ഞുകൂടി പോകുന്നു എന്നേ ഉള്ളൂ. അടുത്ത വീട്ടിലെ ആ ചേട്ടന് കാറൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, വഴി ഇങ്ങനെയായി പോയില്ലേ. അതുകൊണ്ട് കാർ റോഡിനപ്പുറമുള്ള ഒരു പരിചയക്കാരൻ്റെ വീട്ടിലാണ് ഇടുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള താക്കോലെടുത്ത് വാതിൽ തുറന്ന് വീടിനകത്തേക്ക് കയറി. രാവിലെ കഴിച്ച ഗുളികയുടെ ഡോസ് മൂലമാണെന്ന് തോന്നുന്നു.
അപ്പോഴും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ വസ്ത്രം മാറിയ ശേഷം എൻ്റെ മുറിയിൽ ചെന്ന് ഫാനുമിട്ട് പുതച്ചു മൂടിക്കിടന്നു. ഉടനെ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ വൈകുന്നേരം 6 മണിയോടടുത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോഴേക്കും വയറുവേദന മാറിയിരുന്നു. ഞാൻ ടി വിയും ഓൺ ചെയ്ത് നല്ല സിനിമകൾ വല്ലതുമുണ്ടോ എന്ന് നോക്കാനായി ഓരോ ചാനലുകളും മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്നു. അതിനിടയിലാണ് ആരോ കോളിംഗ് ബെല്ലടിക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. അത് അടുത്ത വീട്ടിലെ ആ എഞ്ചിനീയർ ചേട്ടനായിരുന്നു. വീട്ടിൽ ടി വിയുടെ ശബ്ദം കേട്ട് ഒരു സഹായം ചോദിക്കാൻ വന്നതായിരുന്നു പുള്ളിക്കാരൻ. താനും ഭാര്യയും മക്കളും കൂടി അത്യാവശ്യമായി ഭാര്യ വീട് വരെ പോവുകയാണ്. തൻ്റെ അമ്മ വീട്ടിൽ തനിച്ചായിരിക്കും. അതുകൊണ്ട് ഇന്നൊരു രാത്രി എന്നോട് അവിടെ അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ പറ്റുമോ എന്ന് ആൾ ചോദിച്ചു. അതിനെന്താ, ഞാൻ വരാമെന്ന് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ ഒരുപാട് എടുത്തു നടന്നിട്ടുള്ളതാണ് ആളുടെ അമ്മ. ഇപ്പോൾ പ്രായമായി, ഏതാണ്ട് പൂർണ്ണമായും കിടപ്പിലാണ്. തങ്ങളൊരു 9 മണിയാവുമ്പോൾ പോവുകയുള്ളൂ എന്നും അതുകൊണ്ട് ആ സമയത്ത് വന്നാൽ മതിയെന്നും പറഞ്ഞ് ആൾ മടങ്ങി. ഞാൻ വാതിലടച്ചു കുറ്റിയിട്ട് വീണ്ടും ടി വി കാണാനായി വന്നിരുന്നു. രാത്രിയായി. ഞാൻ ബ്രെഡും കഴിച്ച് ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്താണ് അമ്മ ഫോൺ വിളിക്കുന്നത്. ഇത്രയും നേരം റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാതിരുന്നതെന്ന് അമ്മ പറഞ്ഞു. കൂടാതെ എന്നോട് വയറുവേദന എങ്ങനെയുണ്ടെന്നും അമ്മ ചോദിച്ചു. വയറുവേദനയുടെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അച്ഛൻ വിളിച്ചു പറഞ്ഞു കാണും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം മാറിയെന്ന് ഞാൻ പറഞ്ഞു. അധിക നേരം ടി വിയും കണ്ടിരിക്കാൻ നിൽക്കാതെ വേഗം ഭക്ഷണം കഴിച്ച് കിടക്കാൻ അമ്മ പറഞ്ഞു. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ചേട്ടൻ വന്ന് ആളുടെ അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച കാര്യം ഞാൻ പറയുന്നത്. അത് കേട്ടതും അമ്മ ഉടനെ ദേഷ്യപ്പെട്ടു. നീ പോകണ്ട, പറ്റില്ലെന്ന് പറ, അവരുടെ കാര്യം അവർ നോക്കട്ടെ എന്നൊക്കെ അമ്മ പറയാൻ തുടങ്ങി. അതുകൂടാതെ അമ്മ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ നിൽക്കുന്ന സ്ഥലത്ത് റേഞ്ച് കുറവായിരുന്നതുകൊണ്ടോ മറ്റോ അതിൽ പകുതിയും എനിക്ക് മനസ്സിലായില്ല. എനിക്കെന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുന്നേ കോൾ കട്ടായി. പിന്നെ ഞാൻ എത്ര തവണ ശ്രമിച്ചിട്ടും അമ്മയുടെ നമ്പറിലേക്ക് കോൾ പോയതേയില്ല. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ഫോണും കയ്യിൽ പിടിച്ചിരുന്ന് ഞാൻ ചിന്തിച്ചു. ഇനി ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് അവരുമായി വല്ല വഴക്കോ മറ്റോ ഉണ്ടായിരുന്നോ? ചിലപ്പോൾ അങ്ങനെ വല്ലതുമായിരിക്കും. ഞാൻ ചെല്ലാമെന്നേറ്റതാണ്. ഇനി ഈ നേരത്തൊഴിഞ്ഞു മാറുന്നത് ശരിയല്ല. അല്ല, അങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യവുമില്ല. ചിലപ്പോൾ അമ്മയും ആ ചേട്ടൻ്റെ ഭാര്യയും തമ്മിലായിരിക്കും വഴക്ക്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കട്ടെ. ഞാൻ എന്തായാലും അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. മാത്രമല്ല, ആ പ്രായമായ അമ്മൂമ്മ വളഞ്ഞുകുത്തി പറമ്പിലൂടെ നടക്കുന്നത് ഞാൻ മുമ്പിടയ്ക്ക് ഹോസ്റ്റലിൽ നിന്നും വരുന്ന സമയത്തൊക്കെ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അമ്മൂമ്മയെ പുറത്തുപോലും കാണാറില്ല. അത്രയും അവശ നിലയിലാണ് ആ പാവം. അതുകൊണ്ടാണ് അവർ അമ്മൂമ്മയെ കൂടെ കൊണ്ടുപോകാത്തതും. അമ്മൂമ്മയ്ക്ക് റോഡ് വരെ നടക്കാനോ ആ കയറ്റം കയറാനോ കാറിലിരിക്കാനോ ഒന്നും കഴിയില്ല. അതോർത്തപ്പോൾ എനിക്ക് ചെറുതായി വിഷമം വന്നു. അവർക്ക് അയൽക്കാർ എന്ന് പറയാൻ ഞങ്ങളല്ലേ ഉള്ളൂ. ഞങ്ങൾക്കവരും. അപ്പോൾ പിന്നെ ഒരാവശ്യം വന്നാൽ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത്. അങ്ങനെ ഞാൻ അവരോട് ഏറ്റിരുന്ന പ്രകാരം 9 മണിയോടടുത്ത് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി. വാതിൽ താക്കോലിട്ട് പൂട്ടിയ ശേഷം ഉമ്മറത്തെ ലൈറ്റും അണച്ച് ഫോണിലെ ടോർച്ച് ഓൺ ചെയ്ത് പിടിച്ച് ഞാൻ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന മൺവഴിയിലൂടെ അവരുടെ വീട്ടിലേക്ക് നടന്നു. അമാവാസി ദിവസമായിരുന്നതുകൊണ്ട് എങ്ങും കുറ്റാക്കൂരിരുട്ടായിരുന്നു. ഞാൻ എത്തുമ്പോൾ അവർ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ആ ചേട്ടൻ്റെ ഭാര്യയുടെ അച്ഛന് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിലാണെന്നും അവിടേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് വീടിൻ്റെ താക്കോലെന്നെ ഏൽപ്പിച്ച് അവർ യാത്രയായി. സത്യം പറഞ്ഞാൽ അവർ പോയതോടെ ആ പരിസരത്ത് ആകെയുള്ള മനുഷ്യജീവികൾ ഞാനും അമ്മൂമ്മയും മാത്രമായി. പക്ഷേ ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ കളിച്ചു വളർന്ന സ്ഥലമായിരുന്നതുകൊണ്ട് അതെന്നെ ഒരു തരത്തിലും ഭയപ്പെടുത്തിയില്ല. ഞാൻ വീടിനകത്തേക്ക് കയറിയ ശേഷം വാതിലടച്ച് കുറ്റിയിട്ടു. പകൽ കുറേ സമയം കിടന്നുറങ്ങിയതുകൊണ്ടോ മറ്റോ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ അമ്മൂമ്മയുടെ മുറിയുടെ അടുത്തേക്ക് ചെന്ന് വാതിൽ തുറന്നു നോക്കി. അമ്മൂമ്മ ഉറങ്ങുന്നത് ഉള്ളിൽ ഓൺ ചെയ്തിട്ടിരുന്ന സീറോ ബൾബിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടു. അവിടെ നിന്നും ഹാളിൽ വന്നിരുന്ന് ടി വി ഓൺ ചെയ്ത് ഞാൻ ഓരോ ചാനലുകളും മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരുന്നു. അമ്മൂമ്മയ്ക്ക് ശല്യമാവേണ്ടെന്ന് കരുതി ടി വിയുടെ ശബ്ദം ഞാൻ നന്നേ കുറച്ചു വെച്ചിരുന്നു. പറ്റിയ പരിപാടികളൊന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. സോഫയിൽ ചാരിക്കിടന്ന് ഞാൻ എപ്പോഴോ മയങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരുതരം വിചിത്രമായ ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നു. വന്യമൃഗങ്ങൾ ശത്രുക്കളെ കാണുമ്പോൾ ഉണ്ടാക്കുന്നതിന് സമാനമായിരുന്നു ആ ശബ്ദം. ടി വിയിൽ നിന്നുമായിരിക്കും അത് കേട്ടത് എന്ന് കരുതി ഞാൻ അത് ഓഫ് ചെയ്തു വെച്ചു. എന്നാൽ അല്പനേരം കഴിഞ്ഞതും വീണ്ടും ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അമ്മൂമ്മയുടെ മുറിയിൽ നിന്നുമാണ് അത് കേൾക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊരു കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വല്ല മരപ്പട്ടിയോ മറ്റോ വീടിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. ഞാൻ വേഗം സോഫയിൽ നിന്നും എഴുന്നേറ്റ് അമ്മൂമ്മയുടെ മുറിയുടെ അടുത്തേക്ക് നടന്നു. മുറിയുടെ വാതിൽക്കൽ എത്തിയ നേരത്താണ് അത് ഏതോ വലിയ ജീവിയുടെ ശബ്ദമാണ് എന്ന് എനിക്ക് മനസ്സിലായത്.
അതോടെ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? വാതിൽ തുറന്നാൽ ഉള്ളിലുള്ള ജീവി എന്നെ കൂടി ആക്രമിക്കുമോ എന്നൊക്കെയുള്ള തോന്നലുകൾ എനിക്കുണ്ടായി. ഒരു നിമിഷം വാതിൽക്കൽ ഒന്ന് ശങ്കിച്ചു നിന്ന ശേഷം ഞാൻ പതിയെ വാതിൽപ്പാളി അല്പം അകത്തേക്ക് തള്ളി തുറന്ന് തല മാത്രം അതുവഴി അകത്തേക്ക് കടത്തി നോക്കി. കട്ടിലിൽ അമ്മൂമ്മയെ കാണുന്നില്ല. അതോടെ എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ഒറ്റയ്ക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അമ്മൂമ്മയെ ഏതോ ജീവി ആക്രമിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ വാതിൽ മുഴുവനായും തള്ളി തുറന്ന് മുറിയുടെ ഉൾവശം മുഴുവനും ഒന്ന് കണ്ണോടിച്ചു. ഒരിടത്തും അമ്മൂമ്മയെ കാണുന്നില്ല. അപ്പോഴാണ് ആ മുരൾച്ച പോലെയുള്ള ശബ്ദം വീണ്ടും കേൾക്കുന്നത്. മുറിയുടെ ഒരു കോണിൽ മുകളിൽ നിന്നുമായിരുന്നു അത് കേട്ടത്. ഭയന്നു നിൽക്കുകയായിരുന്ന എൻ്റെ നോട്ടം യാന്ത്രികമായി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീണ്ടു. അവിടുത്തെ കാഴ്ച കണ്ട എൻ്റെ ശ്വാസം നിലച്ചു. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഒന്ന് നേരെ ചൊവ്വെ എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അമ്മൂമ്മ ചുമരിൻ്റെ കോണുകളിൽ 2 കൈകളും കൊണ്ട് അമർത്തി കുത്തി മുകളിൽ കയറി നിൽക്കുന്നു. അമ്മൂമ്മയുടെ നോട്ടം എൻ്റെ നേർക്കായിരുന്നു. പകയും വിദ്വേഷവും ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. പേടിച്ച് ഞാൻ സ്വയം അറിയാതെ ഉറക്കെ അലറിപ്പോയി. പക്ഷേ എൻ്റെ അലർച്ച കേൾക്കാൻ ആ പരിസരത്തെങ്ങും ഒരൊറ്റ മനുഷ്യജീവി പോലുമില്ലായിരുന്നു. തൊട്ടടുത്ത നിമിഷം മുകളിൽ തന്നെ കൈകൾ കുത്തി നിന്നുകൊണ്ട് അമ്മൂമ്മ ഗർജിക്കുന്നതിന് സമാനമായ ഒരു ശബ്ദമുണ്ടാക്കി. അത്രയും ദുർബലമായ ശരീരത്തിൽ നിന്നുമാണ് ആ ശബ്ദം ഉത്ഭവിക്കുന്നതെന്നത് എന്നിൽ ഭയത്തോടൊപ്പം അതിശയവും ജനിപ്പിച്ചു. ഞാൻ മുറിയിൽ നിന്നും തിരിഞ്ഞോടാനൊരുങ്ങിയതും അമ്മൂമ്മ മുകളിൽ നിന്നും എനിക്ക് നേരെ എടുത്തു ചാടി. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കും മുന്നേ അമ്മൂമ്മയുടെ ഒരു കാൽ എൻ്റെ മുതുകിൽ വന്ന് പതിച്ചു. നല്ല കനത്തിലുള്ള ആ ചവിട്ടേറ്റ് ഞാൻ മുന്നിലേക്ക് തെറിച്ചു വീണു. അതോടെ ഞാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് വെപ്രാളത്തോടെ തറയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ടൈൽ പാകിയ തറയിൽ കൈകൾ വഴുതി ഞാൻ ഒരിക്കൽ കൂടി നിലത്തേക്ക് മുഖമടിച്ചു വീണു. അത് കണ്ട് അമ്മൂമ്മയിൽ നിന്നും വന്യമായ ഒരു ചിരി ഉയർന്നു. സത്യത്തിൽ അതാണെന്നെ ഏറ്റവും അധികം ഭയപ്പെടുത്തിയത്. ഞാൻ എങ്ങനെയൊക്കെയോ നിലത്തു നിന്നും എഴുന്നേറ്റ് പുറത്തേക്കുള്ള വാതിലിന് നേർക്കോടി. അത് കണ്ട് അമ്മൂമ്മ സോഫയുടെ മുകളിലൂടെ വീണ്ടും എനിക്ക് നേരെ എടുത്തു ചാടി. ഇത്തവണ ആ ചാട്ടം ഞാൻ ശരിക്കും കണ്ടു. ആ ചാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. 2 കാലുകളും അല്പം അകത്തിവെച്ച് കാൽമുട്ടുകൾ ഒരു പ്രത്യേക രീതിയിൽ വളച്ച് പെരുവിരലുകളിൽ ഊന്നിയാണ് അമ്മൂമ്മ എനിക്ക് നേരെ ചാടിയത്. മുമ്പെപ്പോഴോ അത്തരമൊരു ചാട്ടം ഞാൻ കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ ക്ഷണികമായ ദർശനം ആ നേരത്തെനിക്കുണ്ടായി. പക്ഷേ അത് കൃത്യമായി ഓർത്തെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കുക എന്നതിനപ്പുറം എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തയ്ക്കും ആ സമയത്ത് സ്ഥാനമില്ലായിരുന്നു. ഞാൻ കൊളുത്തുകൾ വിടുവിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചതും അമ്മൂമ്മ എൻ്റെ പിൻകഴുത്തിൽ പിടികൂടി എന്നെ ദൂരേക്ക് എടുത്തെറിഞ്ഞു. ഞാൻ പിന്നിലെ ചുമരിൽ ചെന്നിടിച്ച് നിലത്തേക്ക് വീണു. ഇത്തവണ വാരിയെല്ലുകൾ നുറുങ്ങുന്നതുപോലെയുള്ള വേദനയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു നിമിഷം ഞാൻ നിലത്ത് കിടന്ന് ഞരങ്ങി കരഞ്ഞുപോയി. ഒപ്പം അമ്മൂമ്മ പിടിച്ച പിൻകഴുത്തും നല്ല പോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കഴുത്ത് ഞെരിഞ്ഞൊടിയാതിരുന്നത്. അമ്മൂമ്മ ഒരൽപ്പം കൂടി ബലം പ്രയോഗിച്ചിരുന്നെങ്കിൽ എൻ്റെ കഴുത്തെല്ലുകൾ നുറുങ്ങിയേനെ. 2 ആളുടെ ബലമുണ്ട് അമ്മൂമ്മയ്ക്കെന്ന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ വേദന കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്ന അമ്മൂമ്മ ഞാൻ നിലത്തു നിന്നും എഴുന്നേറ്റതും എനിക്ക് നേരെ അതിവേഗത്തിൽ ഓടിയെടുത്തു. അത് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് ഞാൻ തൊട്ടുമുന്നിൽ കിടന്നിരുന്ന സോഫയിലേക്ക് എടുത്തു ചാടി അപ്പുറം കടന്ന് വാതിലിനടുത്തെത്തി. വാതിലിൻ്റെ പിടിയിൽ എൻ്റെ കൈ തൊട്ടതും ഒരു കത്തി കൈയിനരികിലായി വാതിലിൽ തുളച്ചു കയറി. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഹാളിലെ ടേബിളിൽ ഇരുന്നിരുന്നതാണ് ആ കത്തി. ടേബിളിനരികിൽ നിൽക്കുന്ന അമ്മൂമ്മയുടെ കയ്യിൽ മറ്റൊരു കത്തി കൂടിയുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൂടി എനിക്ക് നേരെ എറിയുന്നതിനു മുന്നേ ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഉടനെ അമ്മൂമ്മ എനിക്ക് നേരെ ഓടി വരുന്നത് പാതി തുറന്ന വാതിൽ പാളിയിലൂടെ ഞാൻ കണ്ടു. ഞാൻ വേഗം തന്നെ വാതിലടച്ച് പുറത്തു നിന്നും കൊളുത്തിട്ട് പൂട്ടി. അതോടെ എനിക്ക് അല്പം ആശ്വാസം തോന്നി. ഇനി ഇവിടെ നിൽക്കരുത്, വേഗം വീട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ റോഡിനപ്പുറത്തേക്ക് ചെന്ന് ഏതെങ്കിലും വീട്ടുകാരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കാര്യം പറയാം. പക്ഷേ അവിടം വരെ പോകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരിടത്തും ഒരു തുള്ളി വെളിച്ചം പോലുമില്ല എന്നത് എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം ഈ സ്ഥലത്തിൻ്റെ മുക്കും മൂലയും എനിക്ക് അത്രമാത്രം പരിചിതമാണ്. എന്നാൽ ശരീരത്തിനേറ്റ ക്ഷതങ്ങൾ സൃഷ്ടിക്കുന്ന വേദന സഹിച്ച് ഓടാനോ നടക്കാനോ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഫോണാണെങ്കിൽ ഈ വീടിനുള്ളിലെ സോഫയിൽ വെച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം കനത്ത ശബ്ദം സൃഷ്ടിച്ചുകൊണ്ട് അമ്മൂമ്മ വാതിലിൽ ആഞ്ഞിടിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് നിഷ്പ്രയാസം ആ വാതിൽ തകർക്കാൻ പറ്റുമെന്നുവരെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും മുറ്റത്തേക്കിറങ്ങി വഴിയിലൂടെ ഒറ്റ ഓട്ടമങ്ങോടി. അതോടെ ദേഹത്ത് പല ഭാഗങ്ങളിലും അതികഠിനമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി.
കേവലം നിസ്സാര ദൂരം മാത്രം മുന്നോട്ട് ഓടിയതും ആ വീടിൻ്റെ പിൻവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അമ്മുമ്മ ആ വാതിൽ വഴി പുറത്തേക്കിറങ്ങിയിരിക്കുന്നു. ആ തിരിച്ചറിവ് വീണ്ടും എന്നിൽ പ്രാണഭയം നിറച്ചു. അത് വേദനയെ മറക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ ഓട്ടം തുടരാൻ നിർബന്ധിതനായി. കിതപ്പ് മൂലം ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും വാരിയെല്ലുകൾ നുറുങ്ങുന്നത് പോലെയുള്ള വേദന എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഓട്ടം നിർത്തിയാലോ എന്നുവരെ എനിക്ക് തോന്നി. എൻ്റെ കാലുകളുടെ വേഗത ക്രമേണ കുറഞ്ഞു വരികയും ചെയ്തു. പക്ഷെ തൊട്ടടുത്ത നിമിഷം അല്പം പുറകിലായി എനിക്ക് നേരെ ആരോ ഓടി വരുന്നതിൻ്റെ കാലടി ശബ്ദം കേട്ടു. അത് അമ്മൂമ്മയല്ലാതെ മറ്റാരുമല്ല എന്ന് മനസ്സിലാക്കാൻ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ വീണ്ടും ഓട്ടത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു. പക്ഷേ ഓട്ടത്തിനിടയിൽ കാലുകൾ തമ്മിൽ പിണഞ്ഞ് ഞാൻ മുന്നിലേക്ക് മറിഞ്ഞു വീണു. വഴിയിൽ നിറയെ പൂഴിമണലായിരുന്നതുകൊണ്ട് അതെന്നെ കൂടുതൽ വേദനിപ്പിച്ചില്ല. പക്ഷെ ഭയത്തെ വർദ്ധിപ്പിക്കാൻ അത് ധാരാളമായിരുന്നു. അതുവരെ അല്പം പുറകിലായി കേട്ടുകൊണ്ടിരുന്ന കാലടി ശബ്ദം ഇപ്പോൾ തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും എൻ്റെ മുതുകിലേക്ക് അമ്മൂമ്മ ചാടി വീണു. അമ്മൂമ്മ മറ്റെന്തെങ്കിലും ചെയ്യും മുന്നേ ഞാൻ 2 കൈകളും മണ്ണിൽ കുത്തി ദേഹം ശക്തിയായി കുടഞ്ഞുകൊണ്ട് നിലത്തുനിന്നും എഴുന്നേറ്റു. അമ്മൂമ്മ പുറകിലേക്ക് മറിഞ്ഞു വീണുകൊള്ളുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നാൽ അമ്മൂമ്മ എൻ്റെ മുതുകിൽ ഒരു ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്തത്. അസാധാരണമായിരുന്നു അമ്മൂമ്മയുടെ ഭാരം. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും മുന്നിലേക്ക് മറിഞ്ഞു വീണു. അതോടെ അമ്മൂമ്മ എൻ്റെ ദേഹത്തു നിന്നും എഴുന്നേറ്റു. അതിനുശേഷം എൻ്റെ ഒരു കാലിൽ പിടിച്ച് എവിടേക്കോ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ഞാൻ സ്വതന്ത്രമായി കിടന്നിരുന്ന മറ്റേ കാലുകൊണ്ട് അമ്മൂമ്മയെ ആഞ്ഞു ചവിട്ടി. പക്ഷേ ആ ചവിട്ട് ദേഹത്തേറ്റതുപോലും അമ്മൂമ്മ അറിഞ്ഞില്ല. അതോടെ ഞാൻ ചുറ്റിലും വളർന്നു നിൽക്കുന്ന പുല്ലുകളിൽ പിടിച്ചെഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ പുല്ലുകൾ മണ്ണിൽ നിന്നും പറഞ്ഞു പോന്നതല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ആ സമയം അമ്മൂമ്മയിൽ നിന്നും എന്തോ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. തമിഴ് കലർന്ന മലയാളത്തിൽ അമ്മൂമ്മ എന്തോ പറയുകയാണ്. അതെന്താണ് എന്നെനിക്ക് വ്യക്തമായില്ല. എങ്കിലും അതെന്നെ അങ്ങേയറ്റം ഭയപ്പെടുത്താൻ തുടങ്ങി. കാരണം ഒരേ സമയം 2 വ്യത്യസ്ത പുരുഷന്മാരുടെ ശബ്ദത്തിലായിരുന്നു അമ്മൂമ്മ അത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ എന്തു ചെയ്യാനാണ് കൊണ്ടുപോകുന്നതെന്നറിയാതെ ഞാൻ ഭയം കൊണ്ട് വിറച്ചു. ഒറ്റയടിക്ക് കൊല്ലാനായിരുന്നെങ്കിൽ വീടിനകത്ത് വെച്ച് എൻ്റെ കഴുത്തൊന്ന് അമർത്തി ഞെരിച്ചാൽ മതിയായിരുന്നു. കൂടാതെ മുതുകിൽ അള്ളിപ്പിടിച്ചിരുന്ന നേരത്തും അതിന് സാഹചര്യമുണ്ടായിരുന്നു. എന്നിട്ടും അത് ചെയ്യാതെ എന്നെ ശാരീരികമായി കീഴ്പ്പെടുത്തി മറ്റെവിടേക്കോ കൊണ്ടുപോവുകയാണ്. എവിടേക്ക്? എന്തിനു വേണ്ടി? ആ 2 ചോദ്യങ്ങൾ മണ്ണിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന നേരത്ത് എൻ്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവയുടെ ഉത്തരത്തേക്കാൾ പ്രസക്തി ജീവൻ രക്ഷിക്കുക എന്നതിനാണ്. പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്നത് സംബന്ധിച്ച് എനിക്കൊരു പിടിയുമില്ലായിരുന്നു. അസാധാരണമാമിതം കരുത്ത് പ്രകടിപ്പിക്കുന്ന അമ്മൂമ്മയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാനാണ്? മാത്രമല്ല അവർക്ക് ശാരീരികമായ സംവേദനങ്ങൾ ഒന്നും തന്നെ അനുഭവപ്പെടുന്നത് പോലുമില്ല. അമ്മൂമ്മ എന്നെ വലിച്ചിഴച്ച് ആ വീടിൻ്റെ പിൻഭാഗത്തെത്തി. അവിടെ തുറന്നു കിടന്നിരുന്ന അടുക്കളവാതിലിലൂടെ പുറത്തേക്ക് ചെറുതായി വെളിച്ചമെത്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും കുറച്ചുകൂടി പോയാൽ പണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു പൊട്ടക്കിണറുണ്ട്. അവിടെ നിന്നും വീണ്ടും പോയാൽ പിന്നെ പുഴയാണ്. എന്നെ പുഴയിലെറിയാനാണോ വലിച്ചിഴയ്ക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നല്ലപോലെ നീന്തൽ വശമുള്ളയാളാണ് ഞാൻ. എന്നാൽ അതുതന്നെയാണ് അമ്മൂമ്മയുടെ ഉദ്ദേശമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോഴാണ് അവിടെ ഉണക്കാനിട്ടിരുന്ന വിറകുകൊള്ളികളിലൊന്ന് എൻ്റെ കയ്യിൽ തടയുന്നത്. സാമാന്യം ബലമുള്ള ഒരു മരത്തിൻ്റെ ശിഖരമായിരുന്നു അത്. അത് കയ്യിൽ മുറുകെ പിടിച്ച് അതുവരെ കമിഴ്ന്നു കിടക്കുകയായിരുന്ന ഞാൻ അതിവേഗത്തിൽ തിരിഞ്ഞ് ആ ശിഖരം കൊണ്ട് അമ്മൂമ്മയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു. ആ പ്രഹരം അമ്മൂമ്മയെ വേദനിപ്പിച്ചു എന്നെനിക്ക് തോന്നിയില്ല. പക്ഷെ അതേൽപ്പിച്ച ആഘാതം മൂലം അമ്മൂമ്മയുടെ തല ഒരു വശത്തേക്ക് തിരിയുകയും എൻ്റെ കാലിലെ പിടുത്തം അയയുകയും ചെയ്തു. ആ ഒരു തക്കത്തിന് ഞാൻ കാലുകുടഞ്ഞ് നിലത്തു നിന്നും എഴുന്നേറ്റ് വീടിൻ്റെ മുൻവശത്തേക്ക് ഓടി. കനത്ത ഇരുട്ടിൽ വഴിയേതെന്നുള്ള ഒരു ഊഹം വെച്ച് ഞാൻ റോഡ് ലക്ഷ്യമാക്കി കുതിച്ചു. ഓടിയോടി ഞാൻ എൻ്റെ വീടിനടുത്തെത്താറായതും പുറകിലൂടെ വീണ്ടും ആരോ ഓടി വരുന്നതിൻ്റെ കാലടി ശബ്ദം കേട്ടു. ഓട്ടത്തിനിടയിലും ഞാൻ ആ ശബ്ദത്തിന് കാതോർത്തു. ഉടനെ ആ ശബ്ദം നിലച്ചു. പൊടുന്നനെ എനിക്ക് വലതുവശത്തെ കുറ്റിക്കാട് ശക്തിയായി ഇളകിമറിയാൻ തുടങ്ങി. അതോടെ ഞാൻ വേദനകളെ മറന്ന് കാലുകൾ വലിച്ചു വെച്ചോടി. ആ ഓട്ടത്തിനൊടുവിൽ ഞാൻ റോഡിലേക്കുള്ള കയറ്റത്തിനടുത്തെത്തി. അതിലൂടെ ഓടിക്കയറാൻ ശ്രമിച്ച ഞാൻ ചെറിയ ചെങ്കൽത്തരികളിൽ കാൽ വഴുതി മുന്നിലേക്ക് വീണ് താഴേക്ക് ഉരുണ്ടുപോയി. നിലത്തു നിന്നും എഴുന്നേറ്റ് വീണ്ടും മുന്നിലേക്ക് ഓടാൻ തുനിഞ്ഞതും അവിടെ മുകളിൽ ഒരു നിഴൽ രൂപം അവ്യക്തമായി ഞാൻ കണ്ടു. ആ നിൽപ്പിൽ നിന്നും അത് അമ്മൂമ്മയാണ് എന്നാണ് തോന്നുന്നത്. എനിക്ക് സാധിക്കും മുന്നേ അമ്മൂമ്മ മുകളിലേക്ക് കയറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തു ചെയ്യും? ആകെയുള്ള ഒരു പ്രതീക്ഷ റോഡിലേക്ക് കയറി മറുവശത്തേക്ക് ചെന്ന് ആരോടെങ്കിലും സഹായം ചോദിക്കാമെന്നുള്ളത് മാത്രമായിരുന്നു. ഫോൺ. എൻ്റെ ഫോൺ ആ വീടിനകത്തുണ്ട്.
അതെടുക്കാൻ കഴിഞ്ഞാൽ ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാം. പക്ഷേ ഓടി ഞാൻ ആ വീടിനടുത്തെത്തുമ്പോഴേക്കും അമ്മൂമ്മ അവിടെയും എത്തില്ല എന്ന് ഒരു ഉറപ്പുമില്ല. കാരണം എത്രമാത്രം കരുത്തും വേഗതയുമാണ് അമ്മൂമ്മ പ്രകടിപ്പിക്കുന്നത്. ശരീരം മാത്രമേ അമ്മൂമ്മയുടേതായുള്ളൂ. ആ ശരീരത്തെ മറ്റേതോ ശക്തികളാണ് നിയന്ത്രിക്കുന്നതെന്ന് വ്യക്തം. എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന ആ നിഴൽ രൂപത്തിൻ്റെ കാലുകൾ ഒരു പ്രത്യേക രീതിയിൽ അകലുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം ആ രൂപം അതിൻ്റെ പെരുവിരലുകളിൽ ബലം കൊടുത്തുകൊണ്ട് മുകളിലേക്ക് അല്പം ഉയർന്നു നിന്നു. അമ്മൂമ്മ ആ വീടിനുള്ളിൽ വെച്ച് എൻ്റെ നേർക്ക് എടുത്തു ചാടുന്നതിന് തൊട്ടു മുമ്പ് ചെയ്തതിന് സമാനമായിരുന്നു അത്. ഇത് മുമ്പ് മറ്റാരോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്തെടുക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. മുകളിൽ നിൽക്കുന്ന ആ രൂപം എനിക്ക് നേരെ ചാടി വീഴാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ യാന്ത്രികമായി പുറകോട്ട് ചുവടുവെച്ചു. മുകളിൽ നിൽക്കുന്ന ആ രൂപം വായുവിലേക്ക് ഉയർന്നതും ഞാൻ ഉറക്കെ അലറിക്കൊണ്ട് തിരിഞ്ഞോടി. എൻ്റെ തൊട്ടു പിന്നിലേക്ക് ചാടി വീണ അമ്മൂമ്മയിൽ നിന്നും വീണ്ടും എന്തോ ശബ്ദമുയർന്നു. അമ്മൂമ്മ എന്തോ പറയുകയാണ്. അതും നേരത്തെ ചെയ്തതുപോലെ ഒരേ സമയം 2 വ്യത്യസ്ത പുരുഷന്മാരുടെ ശബ്ദത്തിൽ. ഞാൻ പേടിച്ചോടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും. ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നടത്തുകയായിരുന്നു ഞാൻ. ഒരു സുരക്ഷിത സ്ഥാനം കണ്ടെത്തുക എന്നതിനേക്കാൾ മറ്റൊന്നും ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആ ഓട്ടത്തിനിടയിൽ എപ്പോഴോ എനിക്ക് ദിശ തെറ്റി. ഞാൻ ഓടുന്നത് എവിടേക്കാണ് എന്നെനിക്കറിയാൻ കഴിയാതായി. എങ്കിലും എനിക്ക് ഓട്ടം നിർത്താൻ കഴിയുമായിരുന്നില്ല. കുറച്ചധികം ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു കോണിൽ അല്പം വെളിച്ചം കണ്ടു. അത് നേരത്തെ അമ്മൂമ്മ തുറന്നിട്ട അടുക്കളവാതിൽ വഴിയാണ് വരുന്നതെന്നത് എനിക്ക് പ്രതീക്ഷ നൽകി. പിന്നെ മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഞാൻ ആ വാതിൽ ലക്ഷ്യമാക്കി ഓടി. ആ വാതിൽ എൻ്റെ ദൃഷ്ടിപഥത്തിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും എത്ര ഓടിയിട്ടും അവിടേക്ക് എത്താൻ എനിക്ക് കഴിഞ്ഞില്ല. വാതിൽ എന്നിൽ നിന്നും അകലേക്ക് എടുത്തു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഈ പ്രപഞ്ചത്തിൽ ഞാനും ആ വാതിലുമല്ലാതെ മറ്റൊന്നും തന്നെയില്ല എന്ന പോലെ ചുറ്റുപാടുകളെ മറന്ന് ഞാൻ അവിടേക്ക് ഓടി. ഒടുവിൽ ആ ഓട്ടം എന്നെ വാതിൽക്കലെത്തിച്ചു. ഞാൻ അതുവഴി അടുക്കളയിലേക്ക് കയറിയ ശേഷം വേഗം തന്നെ വാതിലടച്ചു കുറ്റിയിട്ടു. ഓട്ടം നിർത്തിയപ്പോഴാണ് ഞാൻ എത്രമാത്രം വിറയ്ക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. വിറയൽ മാറാൻ വേണ്ടി ഞാൻ ഒരു നിമിഷം അടുക്കളയിലെ സ്ലാബിൽ ചാരി നിന്നു. പക്ഷേ അതിന് ഒരു ശമനവും ഉണ്ടായില്ല. കുറേ നേരമായുള്ള ഓട്ടം മൂലം എൻ്റെ തൊണ്ട വരണ്ടുപോയിരുന്നു. ഞാൻ ഫ്രിഡ്ജിനടുത്തേക്ക് ചെന്ന് വിറയാർന്ന കൈകളാൽ അത് തുറന്ന് ഒരു കുപ്പി തണുത്ത വെള്ളമെടുത്ത് ഒറ്റയടിക്ക് അത് മൊത്തം കുടിച്ചു തീർത്തു. അതിനുശേഷമാണ് ഞാൻ അമ്മൂമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നത്. കുറച്ചു നേരമായി അമ്മൂമ്മയുടെ ശബ്ദം കേൾക്കാതായിട്ട്. ഏതു നിമിഷവും വാതിലിൽ ഒരു പ്രഹരം ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുമുണ്ടായില്ല. അല്പനേരം മുമ്പ് വരെ എന്നെ പിന്തുടർന്നു വന്നിരുന്ന അമ്മൂമ്മ പെട്ടെന്ന് എവിടേക്ക് പോയിരിക്കും? ആ ഒരു ചിന്തയുമായി ഞാൻ വീടിൻ്റെ ഹാളിലേക്ക് നടന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഫോണിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അതെടുക്കാനായി ഞാൻ സോഫയുടെ അടുത്തേക്ക് നടന്നതും പെട്ടെന്ന് കറണ്ട് പോയി. എങ്കിലും ഞാനൊരു ഊഹം വെച്ച് മുന്നോട്ട് നടന്നു. ഇരുട്ടിലൂടെ ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ചതും വീടിനകത്ത് എവിടെ നിന്നോ ആരുടെയോ ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് നടത്തം നിർത്തി. അത് അമ്മൂമ്മയിൽ നിന്നും നേരത്തെ കേട്ട 2 പേരുടെ ശബ്ദങ്ങൾ തന്നെയാണ് എന്ന് നടുക്കത്തോടെ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ കയറുന്നതിനു മുന്നേ അമ്മൂമ്മ വീടിനകത്ത് കയറിക്കഴിഞ്ഞിരുന്നു. വിട്ടുമാറി തുടങ്ങിയിരുന്ന വിറയൽ അതോടെ പൂർവാധികം ശക്തി പ്രാപിച്ചു. ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ആലില പോലെ വിറച്ചു. മുമ്പത്തേതുപോലെയല്ല. എവിടെ നിന്നുമാണ് ആക്രമണം വരാൻ പോകുന്നതെന്ന് പോലും അറിയാൻ കഴിയില്ല. ഞാൻ ആ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾക്ക് കാതോർത്തു. അത് വീടിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നുമാണ് ഉയരുന്നതെന്ന് എനിക്ക് തോന്നി. സ്വാഭാവികമായും എൻ്റെ കാലുകൾ അതിന് എതിർദിശയിൽ ചലിച്ചു. പൊടുന്നനെ ആ ശബ്ദങ്ങൾ നിലച്ചു. അതോടെ ഞാനും പെട്ടെന്ന് നിശ്ചലനായി. എങ്ങും കൂരിരുട്ടും വിറയൽ മൂലം എൻ്റെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദവും ഒഴിച്ചാൽ കനത്ത നിശബ്ദതയും മാത്രം. ഞാൻ ബലം പ്രയോഗിച്ച് പല്ലുകൾ കടിച്ചു പിടിച്ചു. ആ സമയം എനിക്കരികിൽ ആരുടെയോ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി. ഒട്ടും ഒച്ചയോ അനക്കമോ ഒന്നുമില്ലായിരുന്നെങ്കിലും ആ സാന്നിധ്യം വ്യക്തമായിരുന്നു. അലറി വിളിച്ചോടാനുള്ള ഒരു ത്വര അതെന്നിൽ സൃഷ്ടിച്ചു. പക്ഷേ അങ്ങനെ ചെയ്യാൻ എനിക്കാവുമായിരുന്നില്ല. ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്നുള്ള ഭയത്താൽ നിസ്സഹായനായി ഞാൻ ആ ഇരുട്ടിൽ വിറങ്ങലിച്ചു നിന്നു. യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെടുന്നതിനേക്കാൾ ഭയാനകമാണ് ആ അവസ്ഥ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോൾ എൻ്റെ വലത് ചെവിയുടെ പിൻഭാഗത്ത് ഒരു ചുടുനിശ്വാസം വന്നു പതിച്ചു. അതോടെ ഞാൻ സകല നിയന്ത്രണങ്ങളും വിട്ട് അലറിക്കൊണ്ട് ഹാളിലെ വാതിലുണ്ടെന്ന് തോന്നിയ ഭാഗത്തേക്ക് ഓടി. ആ ഓട്ടം എന്നെ കൃത്യമായി ആ വാതിലിനരികിൽ തന്നെ എത്തിച്ചെങ്കിലും അത് തുറക്കാൻ എനിക്കായില്ല. കാരണം കുറച്ചു മുമ്പ് ഞാൻ തന്നെ അത് പുറത്തുനിന്നും കുറ്റിയിട്ടിരുന്നതാണ്. ഞാൻ വാതിലിൽ അടിച്ചുകൊണ്ട് സഹായത്തിനായി ഉറക്കെ അലറിക്കരഞ്ഞു. പക്ഷേ ആര് കേൾക്കാൻ?
ഉടനെ എൻ്റെ 2 കാലുകളിലും തണുത്ത 2 കരങ്ങൾ പിടിമുറുക്കി. എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുമ്പേ ആ കൈകൾ എൻ്റെ കാലുകളിൽ പിടിച്ച് ശക്തിയായി പുറകോട്ട് വലിച്ചു. അതോടെ ഞാൻ ടൈൽ പാകിയ തറയിലേക്ക് മറിഞ്ഞു വീണു. എന്തോ ഭാഗ്യത്തിന് വീഴുന്നതിനു മുമ്പ് ഞാൻ കൈകൾ മുഖത്തിനു കുറുകെ ചേർത്ത് വച്ചു. അല്ലായിരുന്നെങ്കിൽ ആ വീഴ്ചയിൽ എൻ്റെ മുഖം ചതഞ്ഞുപോയേനെ. നിലത്തേക്ക് വീണ എൻ്റെ കാലുകളിൽ പിടിച്ച് അമ്മുമ്മ വീണ്ടും എന്നെ എവിടേക്കോ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ഞാൻ ഒച്ച വെച്ചും കുതറിയും ആ പിടിയിൽ നിന്നും മോചിതനാകുവാൻ ശ്രമിച്ചു. പക്ഷേ അമ്മുമ്മയുടെ ആ കരുത്തിനു മുന്നിൽ ഞാൻ ഒരു ശിശു മാത്രമാണെന്ന് എനിക്ക് തോന്നി. അമ്മുമ്മയുടെ മുറുകെയുള്ള ആ പിടുത്തം മൂലം എൻ്റെ കാലുകൾ നന്നെ വേദനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ വേറെ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നെ വലിച്ചിഴച്ച് അമ്മുമ്മ തുറന്നു കിടക്കുകയായിരുന്ന ഏതോ ഒരു വാതിലിലൂടെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി. എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഊഹിക്കാൻ ശ്രമിച്ചു. പക്ഷേ വെളിച്ചത്തിൻ്റെ അഭാവം മൂലം അതും അസാധ്യമായിരുന്നു. കല്ലിലൂടെയും മണ്ണിലൂടെയും അമ്മുമ്മ ഒരു ജീവനില്ലാത്ത വസ്തുവിനെ എന്ന പോലെ എന്നെ നിഷ്കരുണം വലിച്ചിഴച്ചുകൊണ്ടിരുന്നു. ആ സമയമത്രയും ഞാൻ ആരെങ്കിലും കേൾക്കുമെന്നുള്ള പ്രതീക്ഷയിൽ സഹായത്തിനായി ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ഏറെ നേരത്തിന് ശേഷം പെട്ടെന്ന് വലിച്ചിഴയ്ക്കൽ നിലച്ചു. അതോടൊപ്പം ഞാൻ എൻ്റെ നിലവിളിയും നിർത്തിപ്പോയി. എങ്ങും അല്പനേരത്തേക്ക് നിശബ്ദത വ്യാപിച്ചു. പൊടുന്നനെ എൻ്റെ 2 കാലുകളും മുകളിലേക്ക് ഉയർത്തപ്പെട്ടു. ഞാൻ അമ്മുമ്മയുടെ കൈകളിൽ തലകീഴായി തൂങ്ങിക്കിടന്നു. കുറഞ്ഞ പക്ഷം മുട്ടോളമെങ്കിലും ഉയരമുള്ള എന്തിലെങ്കിലും കയറി നിൽക്കാതെ എന്നെ ആവിധം ഉയർത്തിപ്പിടിക്കുക അസാധ്യമായിരുന്നു. കൃത്യമായും അത്രയും ഉയരമുള്ള ഒന്ന് ഈ പ്രദേശത്തുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട കിണർ. അതിൻ്റെ ചുറ്റുമതിലായിരിക്കണം അമ്മുമ്മ കയറി നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് അമ്മുമ്മ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ കേട്ട 2 പേരുടെ ശബ്ദങ്ങളിൽ ഒന്നിൽ ചോദ്യവും മറ്റൊരു ശബ്ദത്തിൽ ഉത്തരവും എന്ന രീതിയിലായിരുന്നു ഇത്തവണ അമ്മുമ്മ സംസാരിച്ചു കൊണ്ടിരുന്നത്. തലകീഴായി തൂങ്ങിക്കിടക്കുമ്പോഴും എന്നിൽ ബാല്യകാലത്തെ ഒരോർമ്മയെ അതുണർത്തിവിട്ടു. പുല്ലുകൾ വെട്ടിനിരപ്പാക്കിയ പ്രദേശം, അവിടെയുള്ള കിണറിനരികിൽ നിൽക്കുന്ന 2 പേർ. അവർ തമ്മിൽ തമിഴ് കലർന്ന മലയാളത്തിൽ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നു. ഞാനടക്കമുള്ള ഏതാനും കുരുന്നുകൾ കൗതുകത്തോടെ അവർ സംസാരിക്കുന്നത് നോക്കി നിൽക്കുന്നു. ഒരു നിമിഷം കൊണ്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന ഒരു ഏകദേശ ധാരണ എനിക്കുണ്ടായി. ഒപ്പം ഇനി എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്ക് മനസ്സിലായി. എന്നെ അങ്ങേയറ്റം ഭയപ്പെടുത്താൻ പോന്നതായിരുന്നു ആ തിരിച്ചറിവ്. ഏത് നിമിഷവും അമ്മുമ്മ എന്നെ ആ കിണറിനുള്ളിലേക്ക് എറിയും. അല്ല, ആ ദുഷ്ടന്മാർ അമ്മുമ്മയിലൂടെ അത് ചെയ്യും. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. അമ്മുമ്മയുടെ കൈകൾ എന്നെ ആ കിണറിനുള്ളിലേക്ക് വലിച്ചു നീട്ടി. താഴേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്ന എൻ്റെ കൈകൾ ചെറുതായി കിണറിൻ്റെ കരിങ്കൽ ഭിത്തിയിൽ സ്പർശിച്ചു. ആകെയുള്ള അവസാന പ്രതീക്ഷയെന്നോണം ഞാൻ ആ ഭിത്തിയിൽ മുറുക്കി പിടിക്കാൻ ശ്രമിച്ചു. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. കരിങ്കൽ ഭിത്തിയുടെ പുറമേയുള്ള അഗ്രത്തിൽ വിരലുകൾ കൊണ്ട് ഞാൻ അള്ളിപ്പിടിച്ചു. എനിക്ക് സാധ്യമായ സർവ്വശക്തിയും എടുത്ത് ഞാൻ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. ഏതാനും ഇഞ്ചുകൾ മാത്രമേ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചുള്ളൂ. കരിങ്കല്ലിൻ്റെ കൂർത്ത അഗ്രത്തിലമർന്ന് വിരലുകൾ മുറിഞ്ഞ് ചോര പൊടിയാൻ ആരംഭിച്ചു. എങ്കിലും ഞാൻ പിടുത്തം വിട്ടില്ല. അതോടെ എൻ്റെ പ്രതിരോധത്തിൽ രോഷാകുലയായ അമ്മൂമ്മ ആ പുരുഷന്മാരുടെ ശബ്ദത്തിൽ എന്തോ പുലമ്പിക്കൊണ്ട് കിണറ്റിലേക്ക് എടുത്തു ചാടി. അമ്മൂമ്മയുടെ കൈകൾ അപ്പോഴും എൻ്റെ കാലുകളെ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു എന്നതിനാൽ എൻ്റെ തലയും നെഞ്ചും കരിങ്കൽ ഭിത്തിയിൽ വന്നിടിച്ചു. ഒപ്പം കാലുകൾ ആ കിണറിനുള്ളിലേക്ക് തൂങ്ങിക്കിടക്കുകയും ചെയ്തു. താഴേക്കുള്ള ചാട്ടത്തിൻ്റെ ആക്കം മൂലം എൻ്റെ കാലിലുള്ള അമ്മൂമ്മയുടെ പിടുത്തമയഞ്ഞു. ആ തക്കത്തിന് ഞാൻ കാലുകൾ ശക്തിയായി കുടഞ്ഞു. അതോടെ കാലിലുള്ള പിടുത്തം വിട്ട് അമ്മൂമ്മ ആ കിണറിൻ്റെ ആഴങ്ങളിലേക്ക് പതിച്ചു. അതിൻ്റെ ശബ്ദം ഭീകരമാംവിധം അവിടമാകെ അലയടിച്ചു. ഞാൻ ആ കരിങ്കൽ ഭിത്തിയിൽ അമർത്തിപ്പിടിച്ച മുകളിലേക്ക് വലിഞ്ഞു കയറി. മറുവശത്തേക്ക് കടന്ന് മണ്ണിൽ കാലുകുത്തിയ എനിക്ക് നേരെ നിവർന്നു നിൽക്കാൻ ബുദ്ധിമുട്ടനുഭവപ്പെട്ടു. ആ വീടിനുള്ളിൽ വെച്ച് ചുമരിലേക്ക് എടുത്തെറിയപ്പെട്ടതും റോഡിലേക്ക് കയറുന്നതിനിടയിൽ കാൽവഴുതി വീണതും ഇപ്പോൾ ഈ കരിങ്കൽ ഭിത്തിയിൽ നെഞ്ചിൻ കൂട് വന്നിടിച്ചതും ഒക്കെ കൂടിയായപ്പോൾ എനിക്ക് ആകെ മൊത്തത്തിൽ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. കുറച്ചു മുമ്പ് സംഭവിച്ചതുപോലെ ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും വാരിയെല്ലുകൾ നുറുങ്ങുന്നത് പോലെയുള്ള വേദനയാൽ ഞാൻ മുന്നോട്ട് വളഞ്ഞുപോയി. ആ അസഹ്യമായ വേദന മൂലം ഞാൻ അവിടെ നിന്നുകൊണ്ട് തേങ്ങിക്കരഞ്ഞു. എങ്കിലും ആ വേദന സഹിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ഞാൻ നിർബന്ധിതനായിരുന്നു. കാരണം അമ്മൂമ്മ കിണറിനുള്ളിൽ നിന്നും മുകളിലേക്ക് കയറി വന്നാലുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഇനി അഥവാ കയറി വന്നില്ലെങ്കിൽ അമ്മൂമ്മയുടെ അവസ്ഥ എന്താവും? സത്യത്തിൽ ഈ ഒരു നിമിഷത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. എനിക്ക് എൻ്റെ ജീവൻ രക്ഷിച്ചേ മതിയാവൂ. ഇവിടെ നിന്നും പോയാൽ ആരോടെങ്കിലും സഹായം തേടാം. ഒപ്പം അമ്മൂമ്മ കിണറ്റിൽ വീണ കാര്യവും പറയാം. അല്ലാതെ ഞാൻ തനിച്ചെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമായിരിക്കും.
അതുകൊണ്ട് ഞാൻ പിന്നെ മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോകാനായി നിവർന്ന് നേരെ നിന്നു. അതോടെ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് മുഴുവൻ അതികഠിനമായ വേദന പടർന്നു കയറി. എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അത്. ആ വേദനയിൽ നിന്നും അതോടൊപ്പം ആ ഭയത്തിൽ നിന്നും രക്ഷപ്പെടാനായി മനസ്സ് അതിൻ്റെ അവസാന അടവ് പുറത്തെടുത്തു. എനിക്ക് തലചുറ്റൽ അനുഭവപ്പെട്ടു. ഞാൻ ബോധം മറഞ്ഞ് നിലത്തേക്ക് മറിഞ്ഞു വീണു. ഒരുതരം അർദ്ധബോധാവസ്ഥയിൽ മണ്ണിൽ വീണ് കിടന്ന എൻ്റെ മനസ്സിലേക്ക് ബാല്യകാല സ്മരണകൾ ഒഴുകി വന്നു. എനിക്ക് ഏതാണ്ട് 5-6 വയസ്സ് മാത്രമുള്ള സമയം. അന്ന് ഈ കിണറിനെയാണ് കുടിവെള്ളത്തിനും മറ്റുമായി മിക്കപ്പോഴും നാട്ടുകാർ ആശ്രയിച്ചിരുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്നതെങ്കിലും പറമ്പിൽ ഈ കിണറിനരികിൽ മാത്രം രാത്രിയാവും വരെ ആളനക്കമുണ്ടാകുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം രാവിലെ വെള്ളം കോരാനായി വന്ന ഒരാൾ കിണറ്റിൽ ഏതോ ജീവി ചത്ത് കിടക്കുന്നത് കാണുന്നത്. അതോടെ നാട്ടുകാരെല്ലാവരും ചേർന്ന് വാർഡ് മെമ്പർക്കൊരു പരാതി നൽകി. മെമ്പറാണെങ്കിൽ കിണർ വൃത്തിയാക്കാനായി എവിടെ നിന്നോ 2 പേരെ കൊണ്ടുവരികയും ചെയ്തു. അവർ മോട്ടോർ സെറ്റുകളും മറ്റ് സാമഗ്രികളുമൊക്കെയായി വന്ന് കിണർ വറ്റിക്കാൻ തുടങ്ങി. ഞാനടങ്ങുന്ന കുട്ടികൾക്ക് അതൊരു കൗതുക കാഴ്ചയായിരുന്നു. ഞങ്ങളെല്ലാം കിണർ വറ്റുന്നതും കാത്ത് അവിടെ തമ്പടിച്ചു. ഞങ്ങൾ കുട്ടികളെ കൂടാതെ ഏതാനും മുതിർന്നവരും അവിടെ ഉണ്ടായിരുന്നു. കിണറ്റിനുള്ളിലെ വെള്ളം മോട്ടോർ പമ്പിലൂടെ പുറത്തേക്ക് നല്ല വേഗത്തിൽ തെറിച്ചുകൊണ്ടിരുന്നു. ഞാനും കൂട്ടുകാരും ചേർന്ന് ആ വെള്ളത്തിൽ വിരലുകൾ കൊണ്ട് തട്ടിക്കളിച്ചു. പെട്ടെന്ന് മോട്ടറിൻ്റെ ശബ്ദം മാറുകയും വെള്ളം നിലയ്ക്കുകയും ചെയ്തു. ഞങ്ങൾ കുട്ടികൾ അത് കണ്ട് നിരാശരായി. കിണറിനുള്ളിലെ പൈപ്പിൽ എന്തോ കരട് കയറിയതാണെന്ന് തമിഴ് കലർന്ന മലയാളത്തിൽ ആ 2 പേർ തമ്മിലുള്ള സംസാരത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ നോക്കി നിൽക്കെ അവരിലൊരാൾ മുന്നോട്ട് ചെന്ന് കിണറിനുള്ളിലേക്ക് നോക്കി. അതിനുശേഷം അയാൾ കാലുകൾ അകത്തി ഒരു പ്രത്യേക രീതിയിൽ കാൽമുട്ടുകൾ വളച്ച് കാൽപാദങ്ങൾ ഉയർത്തി പെരുവിരലിൽ നിന്നുകൊണ്ട് കിണറിനുള്ളിലേക്ക് എടുത്തു ചാടി. അത് കണ്ട് ഞങ്ങളുടെ ശ്വാസം നിലച്ചുപോയി. മുതിർന്നവർക്കൊപ്പം ഞങ്ങളും കിണറിനരികിലേക്ക് ഓടിച്ചെന്ന് നോക്കി. അയാളാണെങ്കിൽ അതൊരു നിസ്സാര കാര്യമെന്ന മട്ടിൽ വെള്ളത്തിൽ നീന്തിക്കൊണ്ട് കിണറിൻ്റെ ഒരു വശത്തേക്ക് ചേർന്ന് 2 കൈകളും കുത്തി നിന്ന് പൈപ്പ് പൊക്കിയെടുത്ത് ഉള്ളിൽ തടഞ്ഞ ഇലകളുടെയും മറ്റും അവശിഷ്ടങ്ങൾ അതിൽ നിന്നും എടുത്തു കളഞ്ഞു. അതിനുശേഷം അയാൾ കിണറിൻ്റെ ഉൾഭിത്തിയുടെ എതിർവശത്തേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ട് 2 കൈകളും ബലമായി കിണറിൻ്റെ ഉൾഭിത്തിയിൽ ചേർത്തമർത്തിക്കൊണ്ട് മുകളിലേക്ക് കയറി വരാൻ തുടങ്ങി. അത് കണ്ട് സത്യത്തിൽ എനിക്ക് പേടിയായി. കാരണം ഏതോ ഒരു വിചിത്ര ജീവിയെപ്പോലെയായിരുന്നു അയാൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് രാത്രിയോടടുത്ത് കിണറ്റിലെ വെള്ളം പൂർണ്ണമായും വറ്റിത്തീർന്നു. ഇരുട്ട് വീണതോടെ ഞങ്ങളിൽ പലരും വീടുകളിലേക്ക് മടങ്ങി. ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് കാണണമെന്നുണ്ടായിരുന്നെങ്കിലും അമ്മ എന്നെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി എനിക്ക് ആകാംക്ഷ മൂലം ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രി എന്തായിരിക്കും അവർ കിണറ്റിൽ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാലോചിച്ച് ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നേരം വെളുത്തയുടനെ കിണറ്റിൻകരയിലേക്ക് ഓടാനൊരുങ്ങിയ എന്നെ ആരെങ്കിലുമൊക്കെ വന്ന ശേഷം പോയാൽ മതിയെന്നും പറഞ്ഞ് അമ്മ തടഞ്ഞു. അതോടെ നിരാശനായി വീടിനുള്ളിൽ കുത്തിയിരിക്കുമ്പോഴാണ് കിണറ്റിൻകരയിൽ നിന്നും ആരുടെയൊക്കെയോ ഉറക്കെയുള്ള നിലവിളികൾ കേൾക്കുന്നത്. അത് കേട്ട് അവിടേക്ക് ഓടിയ അമ്മയുടെ പുറകെ ഞാനും വെച്ച് പിടിച്ചു. 3-4 പേർ കിണറിനുള്ളിലേക്ക് നോക്കി ഭയന്ന് നിൽക്കുന്നതാണ് അവിടെ എത്തിയ ഞങ്ങൾ കണ്ടത്. അമ്മയ്ക്കൊപ്പം ഞാനും കിണറിനടുത്തേക്ക് ചെന്ന് അതിനുള്ളിലേക്ക് എത്തി നോക്കി. സത്യത്തിൽ ആ കാഴ്ച കണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. കിണർ വൃത്തിയാക്കാൻ വന്ന 2 പേരും കിണറ്റിലെ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നതായിരുന്നു ഞാൻ കണ്ടത്. ഉടനെ തന്നെ അമ്മ എന്നെ അവിടെ നിന്നും പുറകോട്ട് വലിച്ചു മാറ്റി. പിന്നെ ചുറ്റും നിൽക്കുന്നവരുടെ സംസാരത്തിൽ നിന്നുമാണ് അവർ മരിച്ചു കിടക്കുകയാണെന്ന കാര്യം എനിക്ക് മനസ്സിലായത്. പിന്നെ അല്പം കഴിഞ്ഞപ്പോഴേക്കും പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തി. അതിൽ ഫയർഫോഴ്സുകാർ വലിയൊരു പത്രക്കടലാസ് കത്തിച്ച ശേഷം കിണറിനുള്ളിലേക്കിട്ടു. അല്പം താഴേക്ക് പോയ ശേഷം പെട്ടെന്ന് ആരോ ഊതിക്കെടുത്തിയാലെന്ന പോലെ അതിലെ തീ അണഞ്ഞു. കിണറിനുള്ളിൽ ഓക്സിജൻ ഇല്ലെന്ന് അവർ പറയുന്നത് കേട്ടു. പിന്നെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിന് മുന്നോടിയായി പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ചുറ്റിലും തടിച്ചുകൂടിയിരുന്ന കുട്ടികളെയൊക്കെ അവിടെ നിന്നും മാറ്റി. ഏതാനും പേർ 2 മൃതദേഹങ്ങളും താങ്ങിപ്പിടിച്ച് വഴിയിലൂടെ നടന്നു പോകുന്നത് എൻ്റെ വീടിൻ്റെ ജനാലയിലൂടെ ഞാനും കൂട്ടുകാരും കണ്ടു. കിണർ വൃത്തിയാക്കാൻ ഉള്ളിലേക്കിറങ്ങിയ 2 പേരും ഓക്സിജൻ ഇല്ലാത്തതുമൂലം മരണപ്പെടുകയായിരുന്നുവെന്ന് പിന്നീട് ആരൊക്കെയോ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ആ സംഭവത്തിന് ശേഷം കിണർ ആരും ഉപയോഗിക്കാതായി. വർഷങ്ങൾക്ക് ശേഷം ഒരുച്ചയ്ക്ക് എന്തിനോ വേണ്ടി ആ കിണറ്റിൻ വക്കിലേക്ക് പോയ ഒരു ചേട്ടന് പ്രേതബാധ കൂടി. അയാൾ അടുത്ത വീട്ടിലെ ഒരു പയ്യനെ തഞ്ചത്തിന് കിണറിനരികിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. അത് ആരൊക്കെയോ കണ്ടതുകൊണ്ട് മാത്രം ആ പയ്യൻ അന്ന് രക്ഷപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് ആ കിണറിനുള്ളിൽ വെച്ച് മരണപ്പെട്ട 2 പേരുടെ ബാധയാണ് കൂടിയതെന്ന് ഏതോ മന്ത്രവാദി പറയുകയും കുറേ ക്രിയകളും മറ്റും ചെയ്ത് അയാളിൽ നിന്നും ബാധകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. അതും കൂടിയായപ്പോൾ ആ കിണറിൻ്റെ പരിസരത്തേക്ക് പോലും ആരും പോകാതായി. ഞാൻ അർദ്ധബോധാവസ്ഥയിൽ ആയിരുന്നെങ്കിലും കുറച്ചു മുമ്പ് മുതൽ ഈ നിമിഷം വരെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾക്കുമുള്ള ഉത്തരം എനിക്ക് കിട്ടി.
ഓർമ്മക്കുറവുള്ള അമ്മുമ്മ കിണറിനരികിലേക്ക് പോവുകയും ബാധ കൂടുകയും ചെയ്തിരിക്കും. അതറിയാവുന്നതുകൊണ്ടായിരിക്കും ഫോൺ ചെയ്ത നേരത്ത് എന്നോട് അമ്മുമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ പോകേണ്ടെന്ന് അമ്മ പറഞ്ഞതും. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വിധി. അങ്ങനെ ഒരു ചിന്തയും ആ സമയം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. നാളെ എന്താകുമെന്നുള്ള അനിശ്ചിതത്വത്തിൻ്റെ ആശങ്ക ഉള്ളിൽ തങ്ങി നിൽക്കുമ്പോഴും എൻ്റെ മനസ്സ് പൂർണ്ണമായ അബോധാവസ്ഥയിലേക്ക് മറഞ്ഞു. ഞാൻ ആ കിണറ്റിൻകരയിലെ പുൽമേട്ടിൽ ഒരു കൊച്ചുകുഞ്ഞിനെ എന്ന പോലെ എന്നിലേക്ക് തന്നെ ഒതുങ്ങിച്ചുരുണ്ടുകൂടി. ഞാൻ സ്വപ്നരഹിതമായ ഉറക്കത്തിലേക്കാണ്ടു.